വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പാക്ക് ഇടാം. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, പക്ഷേ ഭയങ്കര അടിപൊളിയാണ്. ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്കതിന് ആദ്യമായിട്ട് വേണ്ടത് ടെർമറിക് പൗഡറാണ്. കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ നോർമൽ ടെർമറിക്കോ എന്തായാലും കുഴപ്പമില്ല. നമുക്കൊരു നാച്ചുറലായിട്ട് ഉള്ളത് കടയിൽ നിന്ന് പാക്കറ്റായിട്ട് മേടിക്കുന്നതല്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അപ്പം ടെർമറിക് പൗഡർ നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അടുപ്പിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ഇത് ഇവിടെ പറയാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ നല്ല നോൺ സ്റ്റിക്ക് തവയിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ചെയ്യുമ്പം തവ സ്ക്രാച്ച് ആവുന്നുണ്ട്. അപ്പം മാക്സിമം പഴയ ഏതെങ്കിലും പാത്രത്തിൽ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല, കുറച്ച് ടൈം എടുക്കും. അടി കട്ടിയുള്ള പാത്രമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞും പോവും. അപ്പം നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇത് നോക്കൂ, ഇത് കോഫി പൗഡർ അല്ല കേട്ടോ, ഇത് ആക്ച്വലി ടെർമറിക് പൗഡർ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. നല്ലോണം നല്ല ഈ കളർ വരും. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഞ്ഞളിൻ്റെ ഒരു യെല്ലോ സ്ട്രെയിൻ ഉണ്ടല്ലോ, മഞ്ഞ കളർ പിടിക്കില്ലേ, അതൊരിക്കലും നമ്മുടെ സ്കിന്നിൽ പിടിച്ചിരിക്കില്ല. അതേപോലെ തന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കടലമാവാണ് കേട്ടോ. കടലമാവ് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നോ അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചതോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കടലമാവും നമ്മുടെ ഈ റോസ്റ്റഡ് ടെർമറിക് പൗഡറും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അതും സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പം ഈ കടലമാവ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ ആവും, ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഡ്രൈ ആവുമല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് ഡ്രൈ സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും അതുപോലെ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഈ പാക്ക് ഒരേപോലെ ഉത്തമമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു പാക്കറ്റ് 2 രൂപയുടെ ബ്രൂ ഒക്കെ കിട്ടുമല്ലോ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അതാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. 2 രൂപയുടെ ആ ഒരു സാക്ഷത്തിൽ എത്രയാണോ അത്രയും തന്നെ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ അത്രയും ആഡ് ചെയ്തിട്ട് നമ്മൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയാണ് നമ്മുടെ ഈ ഒരു ഇത് മിക്സ് ചെയ്യാനുള്ള പാലൊഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. പച്ചപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഒത്തിരി ഫുൾ ഫാറ്റൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നോർമൽ പാൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഇപ്പം പാലല്ല, നിങ്ങൾക്ക് ബട്ടർ മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ മിൽക്ക് ഒഴിച്ച് കൊടുക്കുക, അത് കുറച്ചും കൂടെ നല്ലതാണ്. പക്ഷേ ആക്നെയൊക്കെ ഉള്ളവർക്ക് ബട്ടർ മിൽക്ക് മാറ്റി പാലാക്കാം. പിന്നെ തീരെ നിങ്ങളുടെ ഭയങ്കര ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ലൂസാക്കരുത്, കുറച്ച് തിക്ക് ഫോമിലാക്കുക. ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ നിന്ന് ഇതിങ്ങനെ ഒലിച്ചിറങ്ങും, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗുണം നമ്മുടെ സ്കിന്നിന് കിട്ടാതെ വരും. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ തന്നെ പറ്റിയിരിക്കുകയും ഇതിൻ്റെ എല്ലാ സത്തുകളും നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിനുള്ള ഗുണം കിട്ടും കേട്ടോ. ഇതേപോലെ നല്ല തിക്ക് ഫോമിലിടുക. ഇത് റിമൂവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതിന് ഭയങ്കര ഗുണമാണ് കേട്ടോ. ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആവും, ആക്നെ കുറയും, പിമ്പിൾസ് കുറയും, എന്തെങ്കിലും വൂണ്ട് ഉണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും, സ്കിന്നിലുള്ള എക്സസ് ഓയിലൊക്കെ വലിച്ചെടുക്കും. നമ്മുടെ ഈ റോസ്റ്റഡ് ടെർമറിക്കിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും നീരൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയും. ആക്നെ കോസിങ് ബാക്ടീരിയകളുണ്ടല്ലോ, ആക്നെ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ, അത് നശിപ്പിച്ച് കളയും. പിന്നെ നല്ല ബ്രൈറ്റനാക്കും സ്കിന്ന്. എക്സസ് ഓയിലൊക്കെ റിമൂവ് ചെയ്ത് കളയും. പിന്നെ വൂണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഹീലാകും. ഡാമേജ്, അതായത് സ്കിൻ ബാരിയറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും, ഡാമേജ് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം ഇത് വളരെ നല്ലതാണ് സ്കിന്നിന്, ഈ റോസ്റ്റഡ് ടെർമറിക്ക്. ഓക്കെ, സ്ട്രെയിൻ ഒട്ടും ഉണ്ടാവുകയില്ല കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മുടെ കടലമാവ് നമ്മുടെ സ്കിന്നിനെ, ഡൾ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ നല്ലതാണ്. ഓയിലി സ്കിന്നുകാർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്കിന്നിൻ്റെ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ തിക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് മാക്സിമം 20 മിനിറ്റ്സ് അപ്പോഴത്തേക്ക് ഇത് ഡ്രൈ ആവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ഇത് വെറ്റ് ചെയ്ത് സോക്ക് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത് സ്ക്രാച്ചസും ഡാമേജും ഉണ്ടാകും. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ചെറിയ ബേബി ഹെയർ ഉണ്ടെങ്കിൽ ഈ പാക്ക് റിമൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ പോവും, പിന്നെ ആക്നെയൊക്കെ പോവും. ഇത് നല്ലൊരു സ്ക്രബ്ബറായിട്ടും നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് എഫക്റ്റ് ഉണ്ട് ഇതിന്. എക്സ്ഫോളിയേഷൻ പാക്കായിട്ടും ബ്രൈറ്റനിങ് പാക്കായിട്ടും ആക്നെ ആൻഡ് പിമ്പിൾ ട്രീറ്റ്മെൻറ്റ് പാക്കായിട്ടും ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യുന്ന പാക്കായിട്ടും മൾട്ടി പർപ്പസ് ഉള്ളൊരു പാക്കാണ്. നമുക്ക് ആൻറ്റി ഏജിങ്ങിന് ബെസ്റ്റാണ്. നിങ്ങൾക്കൊരു 60 വയസ്സാണെങ്കിലും ഇത് നിങ്ങളൊരു വീക്ക്ലി 4 ടൈംസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ സ്കിന്ന് നല്ല ബ്രൈറ്റനായിട്ട്, സ്കിന്ന് നല്ല, അതായത് ആൻറ്റി റിങ്കിളായിട്ടും ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നല്ലതാണ്. നിങ്ങളുടെ സ്കിന്ന് ഒരു 60 ഉള്ളവർക്ക് ഒരു 30 ഏജൊക്കെ തോന്നുന്ന പോലെ നമ്മുടെ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ വേണ്ടി
ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് പറ്റും. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും, വളരെ എളുപ്പമാണ് അപ്ലൈ ചെയ്യാനും. പക്ഷേ റിമൂവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടി നമ്മൾ ചെയ്യാൻ വേണം. വലിച്ചു പറിച്ചെടുക്കരുത്. നമ്മളത് ഇതേപോലെ സോക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം. ഈ സ്പൂൺ ഞാൻ ഫുഡ് കഴിക്കാൻ യൂസ് ചെയ്യുന്ന സ്പൂണൊന്നുമല്ല, അങ്ങനെ വിചാരിക്കരുത്. നമ്മളിത് എന്തെങ്കിലും പഴയ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാറ്റില ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് റിമൂവ് ചെയ്യുക. എന്നിട്ട് തുടച്ചെടുക്കാം കേട്ടോ. അപ്പം വാഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. വാഷ് ചെയ്ത് റബ്ബ് ചെയ്ത് വാഷ് ചെയ്തെടുക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നെക്കയിലൊക്കെ നമുക്ക് ഇതുണ്ടെങ്കിൽ, അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളുണ്ട്. ആൻറ്റി ഏജിങ്ങിന് ബെസ്റ്റാണ്. ചെറിയ കുട്ടികൾക്കടക്കം ചെയ്യും. ചെറിയ കുട്ടികൾ മീൻസ് തീരെ കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിൽ പാക്കറ്റ്, പക്ഷേ ഇത്ര ഡ്രൈ ആവാൻ നിൽക്കരുത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയൊരു നീറ്റലുണ്ട്, അത് നമുക്ക് നമ്മുടെ സ്കിന്ന് ബ്ലീച്ച് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ചെറിയൊരു എന്താ പറയുക, ടിക്ലിങ് സെൻസേഷൻ വരുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ നാച്ചുറൽ ഐറ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മൈൻഡ് ചെയ്യേണ്ട. നമ്മുടെ സ്കിന്നിന് ഇത് വർക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. സൂപ്പറായിട്ടുള്ള സാധനമാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ഏജിനെ ഹാഫ് ആക്കുന്ന ഒരു സംഭവമാണ് എന്നും കരുതി ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാടില്ലെന്നല്ല. അവർക്കും ആക്നെയുള്ളവർക്കും ഇതേപോലെ പിമ്പിൾസ് ഉള്ളവർക്കും അതേപോലെ തന്നെ നമ്മുടെ ഫേസിനെ ക്ലീനപ്പ് ചെയ്യാനും, ബ്യൂട്ടി പാർലറിൽ പോയി ക്ലീനപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നൈറ്റോ രാവിലെയോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലീനപ്പ് ചെയ്യാനൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കും, എന്നിട്ട് അഭിപ്രായം പറയും. 100% എഫക്റ്റീവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. അവരെയും ചെയ്തിട്ട് സുന്ദരികളായിട്ട് മാറട്ടെ കേട്ടോ. താങ്ക് യു.